ഹലോ ഫ്രണ്ട്സ്, ഹാലോവിന് സമയം വരുന്നുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു ഹാലോവിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു DIY പ്രോജക്റ്റ് ചെയ്താലോ? ഇന്ന് നമ്മൾ ഈ വരുന്ന ഹാലോവിന് വേണ്ടിയിട്ട് DIY ഗ്ലോയിങ് പംപ്കിൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ പംപ്കിൻസ് കണ്ടിട്ട് ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇത് കാർഡ്ബോർഡും പ്ലാസ്റ്റിക്കും തടിയും ഒന്നുമല്ല. ഇത് ശരിക്കും PCB ആണ്. പംപ്കിൻ്റെ ഷേപ്പിലും കളറിലുമുള്ള PCB. കമ്പോണൻസും ബാക്കി കാര്യങ്ങളും എല്ലാം സോൾവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഫുള്ളി ഫങ്ഷണൽ പംപ്കിൻ PCB. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പംപ്കിൻ PCB ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട്, അതുപോലെ ഇതിൻ്റെ PCB ലേഔട്ടിൻ്റെ ഗർബർ ഫയൽസ്, പിന്നെ ഓർഡിനോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ്സും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഓർഡിനോയും റാസ്ബെറി പേ ഒക്കെ വെച്ചിട്ടുള്ള റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ, അതുപോലുള്ള DIY പ്രോജക്ട്സ് ഒക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കാൻ മറക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരുപാട് DIY പ്രോജക്ട്സിൻ്റെ ട്യൂട്ടോറിയൽസ് നമ്മൾ എല്ലാ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ആദ്യം സർക്യൂട്ട് ഒന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ സർക്യൂട്ട് വരച്ചതും PCB ഡിസൈൻ ചെയ്തതുമെല്ലാം ഓൾട്ടിയം എന്ന് പറയുന്നൊരു ടൂൾ വെച്ചിട്ടാണ്. DIY പ്രോജക്ട്സിനാണെങ്കിലും ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ടുള്ള PCB ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ സർക്യൂട്ട് വരയ്ക്കാനും PCB ലേഔട്ട് ഉണ്ടാക്കാനും പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് ഓൾട്ടിയം. ഇതിൻ്റെ ഫ്രീ വേർഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി നോക്കാൻ മറക്കണ്ട. ഗൈസ്, ഇതാണ് നമ്മുടെ സിമ്പിൾ സർക്യൂട്ട്. ഇവിടെ വീൻ എന്ന് പറയുന്നൊരു ടെർമിനലുണ്ട്. ആ വീനിൻ്റെ പോസിറ്റീവ് നമ്മൾ ഓർഡിനോയുടെ വീനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർഡിനോയുടെ 4 PWM പിൻസ് നമ്മൾ 4 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലും നമ്മൾ ഒരു റെസിസ്റ്ററും 3 LEDയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻഡ് നമ്മൾ ഗ്രൗണ്ടിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കളക്ടർ നമ്മൾ വീനിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്റർ എല്ലാം ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ലേഔട്ടിലേക്ക് പോവാം. നമ്മളൊരു PCB ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു PCBക്ക് ഒരു ബോർഡർ വരച്ചു കൊടുക്കണം അല്ലേ? മാത്രമല്ല ആ ഒരു ബോർഡറിനെ ബോർഡിൻ്റെ ലേഔട്ടായിട്ടും പറഞ്ഞു കൊടുക്കണം. നമുക്കിപ്പോൾ വേണ്ടത് പംപ്കിൻ്റെ ഷേപ്പിൽ ഒരു ബോർഡറാണ്. അത് നിങ്ങൾക്കൊന്ന് ഈ കാണുന്ന ടൂൾസ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു പംപ്കിൻ്റെ DXF ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ബോർഡർ ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ DXF ഫയൽ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ ബോർഡർ ചെയ്യാൻ പോകുന്നത്. DXF ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫയലിൽ പോവുക, ഇമ്പോർട്ടിൽ പോവുക, പിന്നെ DXF അല്ലെങ്കിൽ DWG ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടത്തെ ചെറുതായിട്ട് വരും. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ റീസൈസ് ചെയ്യുക. എന്നിട്ട് ഡിസൈനിൽ പോയിട്ട് ബോർഡ് ഷേപ്പിൽ ഡിഫൈൻ ബോർഡ് ഷേപ്പ് യൂസിങ് സെലക്റ്റഡ് ഐറ്റംസ് വെച്ചിട്ട് ബോർഡ് ഷേപ്പ് ഡിഫൈൻ ചെയ്യുക. ഇനി നമുക്ക് എല്ലാ കമ്പോണൻസും അടുക്കി പുറക്കി വെച്ചിട്ട് റൗട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. റൗട്ടിംഗ് എല്ലാം കഴിയുമ്പോൾ നമ്മുടെ PCB ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ PCB. ഇനി ഇതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഗർബർ ഫയൽ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏതെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള PCB മാനുഫാക്ചറിൽ നിന്ന് PCB ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് PCB വേ ആണ്. ഈ PCBയുടെ കളർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഓറഞ്ച് കളറാണല്ലേ. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം PCBയുടെ സൈറ്റിൽ പോയിട്ട് ബേസിക് ആയിട്ടുള്ള ബോർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക, വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ നമ്പർ. അത് കഴിഞ്ഞിട്ട് താഴെ കോഡ് നൗ എന്ന് പറയുന്ന ബട്ടൺ കണ്ടില്ലേ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇവിടെ മുകളിൽ അഡ്വാൻസ്ഡ് PCBs കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് താഴെ വന്നിട്ട് നമ്മുടെ PCBയുടെ സ്പെസിഫിക്കേഷൻസ് മാറ്റാവുന്നതാണ്. അവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ സോൾഡർ മാസ്ക് അതുപോലെ സിൽക്ക് സ്ക്രീൻ എന്ന് പറയുന്ന 2 ഓപ്ഷനുണ്ട്. സോൾഡർ മാസ്ക് ആണ് PCBയുടെ കളർ. അത് നമുക്ക് ഓറഞ്ച് സെലക്ട് ചെയ്യാം. അതുപോലെ സിൽക്ക് സ്ക്രീൻ എന്ന് പറയുന്നത് PCBയുടെ പുറത്ത് എഴുതിയിരിക്കുന്ന കളറാണ്. അത് നമുക്ക് ബ്ലാക്കും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം മാറ്റി നമുക്ക് PCBയെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത പേജിൽ നമുക്ക് ഗർബർ ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓർഡർ പ്ലേസ് ചെയ്ത് 1-2 ആഴ്ചയ്ക്കകം നമ്മുടെ PCB വരും. ഇതാണ് അതിൻ്റെ പാക്കേജിങ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PCB ആണ്. PCBയും കമ്പോണൻസും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾഡർ ചെയ്യാവുന്നതാണ്. എല്ലാം സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ PCB ഇങ്ങനെ ഇരിക്കും. ഇനി കോഡിങ്ങും കൂടെ ബാക്കിയും. ഇത് ഓർഡിനോ IDEയുടെ LED ഫെയ്ഡ് എക്സാമ്പിൾ കോഡാണ്. ഡിജിറ്റൽ പിൻസ് വഴി PWM സിഗ്നൽസ് അയച്ചിട്ട് നമുക്കൊരു ഫെയ്ഡിങ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ കോഡായിരിക്കും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പംപ്കിൻസിനെ ബാറ്ററിയിൽ അല്ലെങ്കിൽ DC പവർ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ റിസോഴ്സസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.